ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പാശരണം ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ്. ആ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിൽ 3 ഫ്രണ്ട്സ് ലേഡീസ് താമസിക്കുകയാണ്. ഒരാളുടെ പേര് പ്രിയ, ഒരാളുടെ പേര് ഹിത, മൂന്നാമത്തെ ഫ്രണ്ടിൻ്റെ പേര് രാജി. അപ്പോൾ ഈ രാജിക്ക് വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എവറി ഡേ എക്സസൈസ് ചെയ്യണം, ദിവസം നടക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാജിക്ക് നടക്കാൻ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ദിവസവും കാലത്ത് ഹിത എന്ത് ചെയ്യും? രാജീൻ്റെ വീട്ടിൽ പോയിട്ട് രാജീനെ എങ്ങനെയോ പൊക്കി എടുത്ത് അവർ ആ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിന് താഴെ ഇങ്ങനെ നടക്കാൻ കൊണ്ടുപോകും. അവരുടെ ആ മൂന്നാമത്തെ ഫ്രണ്ട് ഉണ്ടല്ലോ പ്രിയ വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ എവറി ഡേ ഷീ വിൽ കോൾ ആൻഡ് സ്പീക്ക് ടു രാജി. എന്നിട്ട് ചോദിക്കും, രാജി നടക്കാൻ പോയോ? രാജി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കാല് വേദനയ്ക്കുണ്ടോ? ഇത് തന്നെയാണ് നമ്മുടെ ഒരു സംസ്കൃതത്തിലൊരു ശ്ലോകം. ഇറ്റ് ടോക്സ് അബൌട്ട് പ്രിയം ആൻഡ് ഹിതം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പ്രിയ ആൻഡ് ഹിത എന്നുള്ള ക്യാരക്ടറുടെ പേര് ചൂസ് ചെയ്യാൻ കാരണം. ഈ പ്രിയം ഉള്ള ആൾക്കാർ എന്ന് വെച്ചിട്ട് അവർ വെറുതെ ഈ തേനും പാലും നാവിൽ പുരട്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർ അവരുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരില്ല. പക്ഷെ നമ്മുടെ ഹിതം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മളുടെ നല്ല ബുക്സിൽ വന്നില്ലെങ്കിലും നമ്മുടെ ഹിതത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾ, ഡോക്ടർ. ഇപ്പം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ നമ്മളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ കഴിക്കണ മരുന്ന് തരും, അല്ലെങ്കിൽ വേദന ഇഞ്ചക്ഷൻ തരാം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്തെന്ന് വരാം. ബട്ട് വൈ ഈസ് ഈ ഡൂയിങ് ഇറ്റ്? എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹിതത്തിന് അതാണ് നല്ലത്. ആ സമയത്ത് പ്രിയമുള്ള വർത്താനമല്ല അവിടെ നടക്കുന്നത്. ഈ പ്രിയമം ഹിതമൻ എന്ന കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രായോഗികമാക്കൂ കേട്ടോ. സോ ഫൈൻഡ് ഔട്ട് ഹൂ ആർ ദ പീപ്പിൾ who have just the പ്രിയമുള്ള വർത്തമാനം ആൻഡ് who are the people who really want your ഹിതം. ഇപ്പോൾ റിലേറ്റീവ്സിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ക്യാരക്ടർ ട്രേറ്റ്സ് കറക്റ്റായിട്ട് കാണാൻ കിട്ടും. റിലേറ്റീവ്സിന് എന്തായാലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഫ്രണ്ട്സിനെ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. അപ്പോൾ വൈ നോട്ട് ചൂസ് ഫ്രണ്ട്സ് ഹു വോണ്ട് യുവർ ഹിതം, അല്ലേ? പ്രിയമുള്ള വർത്തമാനം പറയുന്ന ആൾക്കാരെക്കാട്ടും എത്രയോ നല്ലതാണ് നമ്മുടെ ഹിതം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലേ? നാവ് കുറച്ച് പെശകാണെങ്കിലും നമ്മൾക്ക് നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വന്നാൽ നല്ലതാണ്. ഇപ്പോൾ പ്രിയവും ഹിതവും ചേർന്ന് ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനൊക്കെയാണ് ഹന്തഭാഗ്യം എന്ന് പറയണത്. എല്ലാവർക്കും ഹിതമുള്ള ആൾക്കാർ ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പാശരണം.